ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോരാളിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കറി ഈ ബാച്ചിലേഴ്സിനും പിന്നെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, എന്നാൽ ഷടപടേന്ന് ഉണ്ടാക്കി തീർക്കാനും പറ്റും. ബാച്ചിലർ സ്പെഷ്യലാണ്, പക്ഷെ മെയിൻലി എൻ്റെ വീട്ടിൽ പോരാളിയുടെ മെയിൻ ഐറ്റമാണ് ഈ ചിക്കൻ കറി. എന്തിനും പോകും. അപ്പം, ദോശ, പുട്ട്, ചോറ്, ഇഡ്ഡലി എന്ന് വേണ്ട, ചപ്പാത്തി എന്ന് വേണ്ട എല്ലാ ഐറ്റത്തിനും ഈ ചിക്കൻ കറി സെറ്റാണ്. ലേശം കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഡയറക്റ്റ് അരിഞ്ഞിടുക, ഇളക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള പൊടികൾ തട്ടിയിട്ടങ്ങ് കൊടുക്കുക. ഈ പൊടികളെന്ന് പറയുമ്പം ഇന്ന് എൻ്റെ വീട്ടിൽ മല്ലിപ്പൊടി ഇല്ലായിരുന്നു, എന്നിട്ട് പോലും നല്ല അടിപൊളിയുള്ള കറിയാണ് ഉണ്ടാക്കിക്കുന്നത്. ലേശം ചിക്കൻ മസാലയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് ഒരു തക്കാളിയും ഇട്ട് നല്ലോണം അങ്ങ് ഇളക്കി അടച്ച് മൂടി വെക്കുക. നേരത്തെ ലേശം മുളക് പൊടി ഇട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടിയെല്ലാം കൂടെ നല്ലോണം മൂത്തങ്ങ് പെരണ്ട് വരുമ്പോൾ ആ ചിക്കനും അങ്ങ് ഇട്ട് കൊടുത്ത് ലേശം ആ മാൻഡേറ്ററി ആയിട്ടുള്ള ചിക്കൻ ഇരുന്ന പാത്രം കഴുകിയ ലേശം വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, അപ്പോൾ വെള്ളച്ചൊവയായി പോകും. അപ്പം വെള്ളം അത്രത്തോളം കുറച്ച് വെള്ളം അതൊന്ന് കഴുകി ഒഴിക്കുന്ന ആ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് മൂടി വെച്ച് എവിടെയെങ്കിലും പോയിരിക്കുക. എൻ്റെ അമ്മ എന്നാ ചൂടാ, ഒരുപാട് നേരം അടുപ്പിൻ്റെ മുന്നിലൊന്നും ഇത് വറക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആട്ടോ ഇത്. അങ്ങനെ അതങ്ങ് അടച്ച് മൂടി വെച്ചേച്ച് എന്നേലുമൊക്കെ പണിയും ചെയ്തേച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചിക്കൻ കറി റെഡി. വേണമെങ്കിൽ അല്പം കരിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിച്ചപ്പോ ഇട്ടാൽ ശുഭം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.